സഖാവ് പിണറായി വിജയൻ്റെ സ്വയരക്ഷാ മാർച്ച് സമംഗളം കോഴിക്കോട് സമാപിച്ചു. എന്നാൽ ഇത്തരം പാർട്ടീസിൽ നിന്ന് കേരളത്തെ രക്ഷിക്കാനാവുമോ എന്ന ചോദ്യം തേടി വി.എസ്. അച്യുതാനന്ദൻ അലച്ചിൽ തുടരുകയാണ്. ഉമ്മൻചാണ്ടിയുടെ മണ്ഡലമായ പുതുപ്പള്ളിയിലൊഴികെ മറ്റെല്ലായിടത്തും ജനമനസ്സ് ഒപ്പിയ ജാഥയെ മാധ്യമങ്ങൾ വേണ്ടത്ര ഗൗനിച്ചില്ലെന്നതായിരുന്നു സഖാവ് പിണറായി വിജയൻ്റെ പരിഭവം. മാത്രമല്ല, ഏതോ ചന്ദ്രശേഖരനെ ആരോ വെട്ടിക്കൊന്നത് അന്വേഷിക്കാൻ ഒരു CBI വരുന്നു എന്നതിലായിപ്പോയി മാധ്യമങ്ങളുടെയും നാട്ടുകാരുടെയും ശ്രദ്ധ. എന്നാൽ TPയെക്കുറിച്ചുള്ള പാർട്ടി അന്വേഷണ കമ്മീഷന് ഡൽഹിയിൽ നിന്ന് പുറപ്പെടാൻ ഇതുവരെ ഒരു വണ്ടിയും കിട്ടാത്തതിലാണ് VSൻ്റെ പരിഭവം. എത്രമാത്രം തരത്താണ നിലപാടാണ് സ്വീകരിക്കുന്നത് എന്ന് കാണാൻ നമുക്ക് കഴിയും. അതിന് രാഷ്ട്രീയമായ ഉദ്ദേശം മാത്രമല്ല, രാഷ്ട്രീയമായ ഉദ്ദേശം നേരെ പറയാറ് കളവായി വാർത്തകൾ സൃഷ്ടിക്കുന്നതിന് എത്തിയത്. അപ്പൊ ഇതിന്റെ എല്ലാം കൂടിയുള്ള ഭാഗമാണ് ഒരു കോഴിയെ അത് കഴിഞ്ഞ് പറയണം. കോഴിയെ കൊന്നിടുമ്പോ അത് പെട്ടയ്ക്കുമ്പോ നമുക്ക് കോഴിയെ ഇപ്പൊ ഇതെന്തോ മനുഷ്യനെ പെട്ടെന്ന് ദേഷ്യം വന്നാൽ കൊല്ല, ഇത് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കൊന്നത്. കോഴിയുടെ നല്ല ഉദാഹരണം, കോഴിയെ നല്ല ഉദാഹരണം. എന്തോ ഇതാ കാണിച്ച് അതിനെ ധീരമായിട്ട് എതിർക്കുന്നതിന് എൻ്റെ 93 വയസ്സുള്ള എൻ്റെ അഭിനന്ദനം, അനുമോദനം ആരും പറഞ്ഞു. കോഴിയെ കൊന്ന് ഞങ്ങൾക്ക് വിഷമിച്ചിട്ടുണ്ട്. കോഴിയെ കൊന്ന് ആ കോഴിയെ ഒരു മനുഷ്യന് കോഴിയുടെ നല്ല ഉദാഹരണം, കോഴിയുടെ നല്ല ഉദാഹരണം. അന്ന് ഞാനുണ്ടായിരുന്നെങ്കിൽ ആ ചന്ദ്രശേഖരൻ്റെ ഭാര്യയുടെ കൂടെ അവിടെ ഒന്ന് കിടന്നു എനിക്ക് നിർത്തില്ലായിരുന്നു. അല്ലെ ഞാൻ പറഞ്ഞു, ഞാനുണ്ടായിരുന്നെങ്കിൽ അവിടെ ആ സത്യാഗ്രഹത്തിൽ നിരാഹാരം കിടന്നു. കോഴിയുടെ നല്ല ഉദാഹരണം, കോഴിയുടെ നല്ല ഉദാഹരണം. ഇതിനകത്ത് ഒരു കാര്യം മാത്രമേ ഉള്ളൂ, നമ്മൾ ശരിക്കും മനസ്സിലാക്കിയിരിക്കണം. കോഴിയുടെ നല്ല ഉദാഹരണം, കോഴിയുടെ നല്ല ഉദാഹരണം. ഇതിലൂടെ നിലയെന്താണെന്ന് മനസ്സിലാക്കണം, അത് മാത്രമേ ഉള്ളൂ. എല്ലാ സംഭവവികാസങ്ങളെ കുറിച്ചും ഇപ്പോ ഞാൻ പറയേണ്ടതില്ല എന്നാ തോന്നുന്നു. എന്നാൽ കോഴിക്കോട് ജില്ലയുമായി ബന്ധപ്പെട്ട ഒരു സംഭവത്തെ കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ കോഴിയുടെ നല്ല ഉദാഹരണം, കോഴിയുടെ നല്ല ഉദാഹരണം. അതൊന്ന് ഒഴിവാക്കി പറഞ്ഞല്ലോ എന്നൊരു തോന്നൽ തരാറില്ല. അതുകൊണ്ട് അത് മാത്രം പറയാനാണ് വിചാരിക്കുന്നത്. കോഴിയുടെ നല്ല ഉദാഹരണം, കോഴിയുടെ നല്ല ഉദാഹരണം. സംസ്ഥാന ആഭ്യന്തരമന്ത്രി പ്രത്യക്ഷപ്പെട്ടത് ഒരു കത്ത് ഒപ്പിപ്പിടിച്ചുകൊണ്ടാണ്. ആ കത്ത് സഖാവ് VS സംസ്ഥാന ഗവൺമെന്റിന് അയച്ച കത്തായിരുന്നു. കോഴിയുടെ നല്ല ഉദാഹരണം, കോഴിയുടെ നല്ല ഉദാഹരണം. പാർട്ടി നിലപാടിനോട് യോജിക്കാത്ത ഒരു കത്താണ് സഖാവ് VS ഗവൺമെന്റിലേക്ക് അയച്ചത്. അങ്ങനെ VS കത്തയച്ച നടപടി തെറ്റാണെന്ന് പാർട്ടി കാണുന്നു. അതിനെ ധീരമായിട്ട് എതിർക്കുന്നതിന് എൻ്റെ 93 വയസ്സുള്ള എൻ്റെ അഭിനന്ദനം, അനുമോദനം ആരും പറഞ്ഞു. ഏതാനും പോലീസ് ഉദ്യോഗസ്ഥന്മാർ വിചാരിച്ചാൽ മാത്രം തകർക്കാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനമല്ല CPI. കോഴിയുടെ നല്ല ഉദാഹരണം, കോഴിയുടെ നല്ല ഉദാഹരണം. ജനങ്ങളുടെ ശക്തി ഒരിക്കലും കുറച്ചു കാണുന്നത്, അത് എപ്പോഴും ഓർമ്മ വേണം. എല്ലാത്തിന്റെയും നേരെ ജനങ്ങളാണ്. ആ ജനങ്ങളുടെ കരുത്തിനെ ജനശക്തിയാണ് വലുത് എന്ന സ്വയം തിരിച്ചറിവ് നല്ലതാണ്. വേണ്ടി വന്നാൽ ഒഞ്ചിയം ഉൾപ്പെട്ട വടകരയിൽ തന്നെ മത്സരിച്ച് സഖാവ് വിജയൻ ജനശക്തി തെളിയിച്ചെന്ന് വരും. 2009 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇതുപോലൊരു മാർച്ച് നടത്തിയപ്പോൾ ജനശക്തിയുടെ പ്രതിഫലനം കേരളം കണ്ടതാണ്. അന്ന് കേരളം ഒന്നടങ്കം വാവിട്ട് നിലവിളിച്ചപ്പോൾ ചിരിച്ച ഒരേ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. VSൻ്റെ ഇതിലും വലിയ ചിരി വരാനിരിക്കുന്നേ ഉള്ളൂ അത്രേ. അതിന് CBI വരണോ തെരഞ്ഞെടുപ്പ് ഫലം വരണോ എന്നേ നോക്കേണ്ടൂ. CBI വന്നാലും പാർട്ടി കമ്മീഷൻ വന്നാലും തെരഞ്ഞെടുപ്പിന് മുമ്പ് ജാഥ നടത്തിയതിൻ്റെ കൂലി വരമ്പത്ത് തന്നെ കിട്ടിയേക്കും. എല്ലാവരോടും സൗഹൃദം പുലർത്തുക കേരള കോൺഗ്രസിൻ്റെ പരമ്പരാഗത രീതിയാണ്.
പാർട്ടിക്കുള്ളിൽ സൗഹൃദം കൂടിയതുകൊണ്ടാണ് ഒന്നായിരുന്ന പാർട്ടി നാലഞ്ചായതും പിന്നെയും ഒന്നാകാൻ ശ്രമിക്കുന്നത്. ഒരേ സമയം UDFുമായും LDFുമായും സൗഹൃദമാകുന്നതിനെക്കുറിച്ചാണ് ഇപ്പോഴത്തെ ആലോചന. നരേന്ദ്രമോദിയുമായി പോലും സൗഹൃദമാകാമെന്ന് 2 മഷിനോട്ടത്തിൽ കണ്ടു. തെരഞ്ഞെടുപ്പിൽ സൗഹൃദം കളഞ്ഞ് ശത്രുതയോടെ വോട്ട് ചോദിക്കണമെന്ന് തലയിൽ ആൾതാമസമുള്ളവരാരും പറയില്ല. അതുകൊണ്ടാണ് ഇടുക്കിയിൽ ഒരു സൗഹൃദ മത്സരത്തിൻ്റെ സാധ്യത നോക്കുന്നത്. ഇടുക്കി സീറ്റ് നിഷേധിച്ചാൽ വിജയിക്കാനുള്ള പിന്തുണ ഉറപ്പാക്കിക്കൊണ്ട് ഫ്രാൻസിസ് ജോർജിനെ നിർത്തി സൗഹൃദ മത്സരത്തിന് പോലും തയ്യാറാകണമെന്നുള്ള അഭിപ്രായമാണ് കേരള കോൺഗ്രസ് പാർട്ടി പ്രവർത്തകരിൽ പൊതുവായുള്ള വികാരം ശക്തിപ്പെട്ടു വരുന്നത്. ആന്റണി രാജു എന്താ പറഞ്ഞത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ. അദ്ദേഹം പറഞ്ഞത് ഈ സീറ്റ് കിട്ടണമെന്നുള്ള കാര്യം നമ്മൾ ശക്തമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇടുക്കിയിൽ ഒരു എന്താണ് പറയുക, ഒരു സൗഹൃദ മത്സരം നടത്തണമോ വേണ്ടയോ എന്ന് പാർട്ടി ആലോചിക്കത്തക്ക രീതിയിലുള്ള ഒരു അന്തരീക്ഷം ഇടുക്കിയിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അതാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ മനസ്സിലാക്കിയത് അതാണ്. സൗഹൃദ മത്സരം എന്നുള്ളത് പുതിയ കാര്യമല്ല. 1996 കടുത്തുരുത്തിയിൽ UDFലിൻ്റെ സീറ്റ് കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗത്തിന് നൽകിയപ്പോൾ അതിനെതിരെ കേരള കോൺഗ്രസ് അന്നത്തെ മാണി ഗ്രൂപ്പ് സ്ഥാനാർത്ഥി നിർത്തി സൗഹൃദ മത്സരം നടത്തിയ ചരിത്രം കൂടിയുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു വികാരം കേരള കോൺഗ്രസ് പാർട്ടി പ്രവർത്തകരിൽ ശക്തമായി ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ എന്തിനാണ് അവരുടെ ആത്മാർത്ഥത ചോദ്യം ചെയ്യുന്നത്? അപ്പോൾ അവരൊക്കെ ആത്മാർത്ഥതയോട് കൂടി പറയുന്നതായിരിക്കാം. അല്ല അതേക്കുറിച്ചൊന്നും ഞങ്ങളാരും ഇതുവരെ അങ്ങനെയുള്ള വിഷയങ്ങളിലേക്ക് കടന്നിട്ടില്ല. ധാർമ്മികതയുടെ പ്രശ്നം അവിടെ ഫ്രാൻസിസ് ജോർജ് 75,000 വോട്ട് തോപ്പിച്ചവരാണ് PT തോമസ്. അവിടെ നീ അങ്ങ് മാറടാ, തോറ്റ ഞാൻ നിന്നാളത്തുള്ള കോപ്പ് വർത്തമാനം ശരിയല്ല. അല്ല, അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായം എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഞാനതേക്കുറിച്ചൊന്നും പറയുന്നില്ല. അത് പറയേണ്ടത് പാർട്ടിയുടെ ഉന്നതമായിട്ടുള്ള നേതൃത്വമാണ് അതിന് മറുപടി പറയേണ്ടത്. ഞാൻ ആരെയും പിന്തുണയ്ക്കുന്നില്ല. കാരണം PT തോമസ് അവിടെ നിർത്തി ജയിപ്പിക്കണമെങ്കിൽ ഒരു ജന്മം കൂടി വേണ്ടിയുണ്ട്. PT തോമസ് ആണ് ഇടുക്കി സീറ്റിനൊരു പ്രശ്നമെങ്കിൽ കോൺഗ്രസിന് നല്ല മണ്ണിമണി പോലെയുള്ള ഒന്നാന്തരം എന്നേക്കാൾ മിടുക്കന്മാരായ എത്ര സ്ഥാനാർത്ഥികളെ വേണേൽ അവതരിപ്പിക്കാനുണ്ട്. അപ്പം അതുകൊണ്ട് PT തോമസിനെ ഓർത്ത് ആരും കേഴേണ്ടതില്ല, കരയേണ്ടതില്ല. രാഷ്ട്രീയ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇനിയാളെ സ്ഥാനാർത്ഥിയാക്കണ്ട എന്ന് പിതാവ് പറയാൻ പാടില്ല. എൻ്റെ അഭിപ്രായം ശരി. ആ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു തെറ്റുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം അവിടെ ഉണ്ടായിട്ടുള്ളൊരു പൊതു അന്തരീക്ഷത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു നിരീക്ഷണം അദ്ദേഹം നടത്തിയതാണ്. എല്ലാം മുന്നണി സംവിധാനത്തിലാണ് മത്സരം, അതിനകത്ത് സൗഹൃദ മത്സരങ്ങളൊന്നുമില്ല. ഇല്ല, അങ്ങനെ ഒരു സൗഹൃദ മത്സരത്തോട് എനിക്ക് യോജിപ്പില്ല. ആന്റണി രാജുവിൻ്റെയും ഫ്രാൻസിസ് ജോർജിൻ്റെയും സൗഹൃദത്തോട് ജോസഫിന് യോജിപ്പില്ലെങ്കിലും ഭ്രമിച്ചു പോയത് LDF ആണ്. കേരള കോൺഗ്രസിൻ്റെ 2 ലയിലും ഒരുമിച്ച് വിളമ്പാനായി AKG സെൻറ്ററിൽ കുറേ മാസമായി കുറേ വെള്ളം തിളച്ചുപറ്റി. ഒരു ഇലയുമായി ജോസഫ് വന്നാലും നോക്കാമെന്ന് വൈക്കം വിശ്വന് തോന്നിയത് എന്തിനോ തിളക്കുന്ന ഈ വെള്ളം കണ്ടു മടുത്തിട്ടാണ്. അവർ ഞങ്ങളിൽ നിന്ന് വിട്ടുപോയിട്ട് എന്തിനാ വിട്ടുപോയെന്ന് ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. ഇടതുപക്ഷ മുന്നണിയുടെ തികഞ്ഞ പാപ്പരത്വമാണ് UDFിലെ ഒരു കക്ഷിയെയോ നേതാക്കളെയോ ഞങ്ങളുടെ അടുത്തേക്ക് വരണം എന്ന് പറയുന്നത്. അവർ സ്ഥാനാർത്ഥി ഇല്ലാതെ ഉയർന്നുകയല്ലേ. ഞാൻ തോമാച്ച ഒരു കാര്യം ചെയ്യും, ആ തൃശ്ശൂരക്കാരൻ പോയി എനിക്ക് ജയിക്കാവോ നോക്ക്. PC ചാക്കോ എങ്ങനെ ഇവിടെ കൊണ്ടു നിർത്തണം. അല്ല, ഞാനിനി ഫ്രാൻസിസ് ജോർജിനെ നിർത്തണമെന്ന് വഴക്ക് വേണ്ട. അതേസമയം ഞങ്ങളെ ആ രീതിയിൽ അവരിൽ നിന്ന് ആരും വന്ന് അറ്റാക്ക് ചെയ്യുന്നുമില്ല. ഇടതുപക്ഷ മുന്നണി ഒരു തെരഞ്ഞെടുപ്പ് മുഹൂർത്തത്തിൽ നിൽക്കുമ്പം അവരുടെ ഏറ്റവും വലിയ ഗതികേടെന്ന് പറയുന്നത് UDFിൽ നിന്ന് ആരെങ്കിലും വരണം എന്നുള്ളതാണ്. കാരണം ഒറ്റ കാര്യം അവരോട് പറയാനുള്ളൂ, അച്യുതാനന്ദൻ ഈ കാവിക്കൂടും പൊട്ടിച്ച് പോകാതെ നിങ്ങളൊന്ന് നോക്കി നിന്നാൽ നല്ലത്. അപ്പം അങ്ങനെയുള്ളവർ തിരിച്ച് LDFിലോട്ട് ആലോചിക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിക്കാമെന്നാണ് ഈ പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾക്കൊരു നിലപാടില്ല. ഇവിടെ നിന്ന് വിട്ടുപോയവർ ഒരു ദിവസം തോന്നിയാൽ ഇങ്ങോട്ട് പോരാൻ പറ്റുന്ന മുന്നണിയല്ല LDF. LDF എന്ന് പറയുന്നത് LDFിനകത്ത് ആര് വരണം എന്നുള്ളത് LDF കൂട്ടായി ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട കാര്യമാണ്. അത് UDFിൻ്റെ അകത്തിരിക്കുന്ന ഒരാളെയും ഇല്ല, ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ കയറിയപ്പോൾ അവിടെ വെച്ച് കണ്ടുവെന്ന് മാത്രമേ ഉള്ളൂ, വേറെ ചർച്ചയൊന്നും നടന്നിട്ടില്ല. LDFിലേക്ക് വരുന്നുണ്ടോ എന്നത് വെച്ച് ഞങ്ങൾ ചർച്ച ചെയ്യില്ല. അത്തരമൊരു വിഷയമേ LDFിലില്ല. അല്ല, LDFിൻ്റെ കാര്യം ആലോചനയില്ല. എനിക്കതേക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പിണറായി കടുപ്പിച്ച് പറഞ്ഞ നിലയിൽ ഈ സൗഹൃദ ചിന്തയുടെ ഗതി അധോഗതിയാവും. അഷ്ടിക്കുള്ള വക കണ്ടെത്താൻ പശ്ചിമഘട്ടവും കസ്തൂരി രംഗനും തന്നെയാവും നല്ല ആശ്രയം.
പെരുന്നയിൽ നിന്ന് ആട്ടും തുപ്പുമേൽക്കാൻ യോഗ്യരായ എല്ലാ രാഷ്ട്രീയ നേതൃത്വവും പൊതു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരെ ക്ഷമ കാണിക്കണം. വിജ്ഞാപനം വന്ന ശേഷമേ അവിടെ നിന്ന് ഇനി എന്തെങ്കിലും പറയാൻ സാധ്യതയുള്ളൂ. വെള്ളാപ്പള്ളിമാർ എത്ര ഇടങ്കോലിട്ടാലും അതിനു മുമ്പ് നടക്കുമെന്ന് കരുതേണ്ട. എങ്കിലും മന്നം സമാധിയിൽ വന്നിച്ചും വന്നിക്കാതെയും പോപ്പിനെ കാണാൻ പോകുന്നവർ തലയിലിടാനുള്ള മുണ്ട് നേരത്തെ വാങ്ങിവെക്കുന്നത് നന്നായിരിക്കുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തേക്ക് വിട.